ഫ്രാൻസിസിൻ്റെ അതികഠിനമായ പ്രായശ്ചിത്തം. ഫ്രാൻസിസിൻ്റെ തീക്ഷ്ണതയെയും അചഞ്ചലമായ വിശ്വാസത്തെയും പലപ്പോഴും ആളുകൾ പുകഴ്ത്തി. ആളുകൾ തന്നെ പുകഴ്ത്തി സംസാരിക്കുക ഏതൊരു മനുഷ്യനും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. എന്നാൽ ഫ്രാൻസിസ് ജീവിതത്തിൽ ഏറ്റവും വെറുത്ത കാര്യവും അതായിരുന്നു. പ്രശംസകൾ ഫ്രാൻസിസിന് അസഹനീയമായി തോന്നി. അദ്ദേഹം അതിന് പ്രായശ്ചിത്തം ചെയ്തിരുന്ന മറ്റ് സഹോദരന്മാരെ കൊണ്ട് തന്നെ പരിഹസിപ്പിച്ചുകൊണ്ടാണ്. പലപ്പോഴും അനവസരത്തിലും ശിഷ്യന്മാർ അദ്ദേഹത്തെ പരിഹസിക്കുമായിരുന്നു. പ്രലോഭനങ്ങളുണ്ടാകുമ്പോൾ ഫ്രാൻസിസ് തന്നെ ശിക്ഷിക്കുമായിരുന്നു. ഒരിക്കൽ തൻ്റെ അരയിലെ കെട്ടഴിച്ച് അതുകൊണ്ട് ചാട്ടയുണ്ടാക്കി തന്നെ പുറത്ത് അദ്ദേഹം ശിഷ്യന്മാരെ കൊണ്ട് അടുപ്പിച്ചു. ഓരോ തവണ അടികൊള്ളുമ്പോഴും കൂടുതൽ ശക്തിയിൽ എന്ന് അദ്ദേഹം ആവശ്യപ്പെടും. തളർന്നു വീഴുന്നവരെ അദ്ദേഹം ഇത് തുടർന്നു. കഠിനമായ നൊയമ്പിലൂടെയും പ്രാർത്ഥനയിലൂടെയുമായിരുന്നു ഫ്രാൻസിസിൻ്റെ ജീവിതം കടന്നുപോയിരുന്നത്. വേണ്ടത്ര ഭക്ഷണവും വിശ്രമവുമില്ലാതെ അദ്ദേഹത്തിൻ്റെ ശരീരം തളർന്നു. അതിനു പുറമെ ശാരീരിക പീഡനങ്ങളും തപസ്സിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും കാഠിന്യവും അല്പനാളത്തേക്ക് കുറയ്ക്കണമെന്ന് ശിഷ്യന്മാർ അപേക്ഷിച്ചു. അവർ കോഴിയെ കൊന്ന് സൂപ്പ് വെച്ച് അദ്ദേഹത്തിന് നൽകി. സൂപ്പ് കഴിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത നിരാശ തോന്നി. താൻ പ്രലോഭനത്തിന് വശംവദനായി അദ്ദേഹത്തിന് തോന്നി. അതിന് പ്രായശ്ചിത്തം ചെയ്തേ മതിയാകൂ. അദ്ദേഹം കഴുത്തിൽ ഒരു കയറിട്ട് കുടുക്കി. എന്നിട്ട് ഇതാ സൂപ്പ് കൊതിയൻ സന്യാസി എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് തെരുവിലൂടെ തന്നെ വലിച്ചഴിക്കുവാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. കർത്താവേ, പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്തത്തിൻ്റെയും മനുഷ്യനായ ഫ്രാൻസിസിനെ അനുകരിക്കുവാനും അദ്ദേഹത്തിൻ്റെ പ്രായശ്ചിത്ത പ്രവൃത്തികൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസെ, ഞങ്ങളുടെ ജീവിതത്തിലെ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ മറ്റുള്ളവർ ഞങ്ങളെ പുകഴ്ത്തുമ്പോൾ അതിൽ സന്തോഷിക്കാതെ സന്തോഷവും സമാധാനവും മറ്റുള്ളവർക്ക് നൽകുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.